സുഹൃത്തുക്കളെ, കേരളത്തിന്റെ മലബാർ ഭാഗത്തു നിന്നും കർണാടകയിലെ മംഗലാപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ട്രെയിനിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ. പേര് പരശുറാം എക്സ്പ്രസ് എന്നാണ്. നമ്പർ 16649, 16650 എന്ന നമ്പറിൽ സർവീസ് നടത്തുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ രാത്രി 9:30 ആകുമ്പോഴേക്കും കന്യാകുമാരി എത്തിച്ചേരുന്ന വണ്ടിയാണ് ഇത്. ഡേ ടൈം ഓടുന്ന ഇത് കൂടുതലും ജനറലുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ 1975 ഏപ്രിൽ 1 ആദ്യമായിട്ട് ഈ ട്രെയിൻ യാത്ര തുടങ്ങുന്നത്. ആ സമയത്ത് കൊച്ചിയിൽ നിന്നും ഷൊർണൂർ വരെയായിരുന്നു ഈ വണ്ടി ഓടിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ളത് പോലെ 5 അക്ക നമ്പറായിരുന്നില്ല, മറിച്ച് 2 അക്ക നമ്പറായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഷൊർണൂരേക്ക് പോകുമ്പോൾ 49, തിരിച്ച് ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ 50 എന്ന നമ്പറുമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത് ഈ ട്രെയിൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കും നീട്ടുകയായിരുന്നു. 2012 ജൂലൈയിലാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് മാറ്റിയത്. അവസാനമായി കഴിഞ്ഞ വർഷം ജൂലൈ 2024 ജൂലൈയിൽ കന്യാകുമാരിയിലേക്ക് ഈ വണ്ടി നീട്ടി. ഈ വണ്ടി ഇപ്പോൾ മംഗലാപുരം കന്യാകുമാരി എക്സ്പ്രസ് ആയിട്ട് നടത്തുകയാണ്. ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സ്റ്റോപ്പുകളും അവിടെ എത്തിച്ചേരുന്ന സമയവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വണ്ടി എത്തിച്ചേരുന്ന സ്റ്റേഷനുകളും അവിടെ എത്തിച്ചേരുന്ന സമയവും ഒന്ന് നോക്കിയാലും 5 മണിക്ക് മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി ഇതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ കാസർഗോഡ് 5:39 എത്തിച്ചേരുന്നു. 5:58 കാഞ്ഞങ്ങാടും, 6:09 നീലേശ്വരത്തും, 6:17 ചെറുവത്തൂരും, 6:30 പയ്യന്നൂരും, 6:40 പഴയങ്ങാടിയും, 6:49 ഏഴിമലയും, 7:02 കണ്ണപുരത്തും, 7:14 കണ്ണൂരും, 7:24 തലശ്ശേരിയും, 7:32 മാഹിയും, 7:44 വടകരയും, 8:04 കൊയിലാണ്ടി എത്തിച്ചേരുകയാണ്. കോഴിക്കോട് 8:27, ഫറോക്ക് 8:49, വള്ളിക്കുന്ന് 8:59, പരപ്പനങ്ങാടി 9:09, താനൂർ 9:18, തിരൂര് 9:28, കുറ്റിപ്പുറത്ത് 9:44, പട്ടാമ്പിയിൽ 10:09, ഷൊർണൂർ ജംഗ്ഷനിൽ 10:45, വടക്കാഞ്ചേരിയിൽ 11:21, തൃശ്ശൂർ 11:42, പുതുക്കാട് 11:59, ഇരിഞ്ഞാലക്കുടയിൽ 12:09, ചാലക്കുടിയിൽ 12:17, അങ്കമാലിയിൽ 12:28, ആലുവയിൽ 12:40, എറണാകുളം ടൗണിൽ 1:08, തൃപ്പൂണിത്തുറയിൽ 2:25, പിറവൂർ റോഡിൽ 2:48, ഏറ്റുമാനൂരിൽ 3:12, കോട്ടയത്ത് 3:25, ചങ്ങനാശ്ശേരിയിൽ 3:46, തിരുവല്ലയിൽ 3:56, ചെങ്ങന്നൂരിൽ 4:06, മാവേലിക്കരയിൽ 4:21, കായംകുളം ജംഗ്ഷനിൽ 4:30, കരുനാഗപ്പള്ളിയിൽ 4:46, ശാസ്താംകോട്ടയിൽ 4:57, കൊല്ലം ജംഗ്ഷനിൽ 5:25, പറവൂരിൽ 5:40, വർക്കല ശിവഗിരിയിൽ 5:51, ചിറയൻകീഴിൽ 6:03, കഴക്കൂട്ടത്ത് 6:14, തിരുവനന്തപുരം പേട്ടയിൽ 6:26, തിരുവനന്തപുരം സെൻട്രലിൽ 6:35, നെയ്യാറ്റിൻകരയിൽ 7:01, 7:11 പാറശാലയിലും എത്തലോടുകൂടെ കേരളത്തിലെ സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. 7:29 കുളത്തൂരും, 7:45 ഇരണിയിലും, 8:20 നാഗർകോവിലും, 9:15 കന്യാകുമാരിയും എത്തലോടുകൂടെ ഇതിൻ്റെ സ്റ്റോപ്പുകൾ അവസാനിക്കുകയാണ്. ഇതിന് ജനറൽ ഒരാൾ
മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയാണെങ്കിൽ 215 രൂപയും ഇനി സെക്കൻഡ് സിറ്റിംഗ് അഥവാ റിസർവ്ഡ് ചെയർകാറിൽ പോവുകയാണെങ്കിൽ 240 ഇനി AC ചെയർകാറിൽ പോവുകയാണെങ്കിൽ 240 രൂപയുമാണ് ഇതിൻ്റെ ചാർജായിട്ട് കാണുന്നത്. ഇനി അതുപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 16,650. ഇതിൽ നിർത്തുന്ന സ്റ്റോപ്പുകൾ നമുക്ക് ഒന്ന് നോക്കിയാലോ. എല്ലാ ദിവസവും പുലർച്ചെ 3:45 കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ടാൽ നാഗർകോവിൽ ജംഗ്ഷനിൽ 4:05, എരണിവേൽ സ്റ്റോപ്പിൽ 4:34, കുളിത്തുറയിൽ 4:51 എത്തലോടുകൂടെ തമിഴ്നാട്ടിലെ സ്റ്റോപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ്. 5:02 പാറശാലയിലും 5:15 നെയ്യാറ്റിൻകരയും 6:10 തിരുവനന്തപുരം സെൻട്രലിലും 6:30 കഴക്കൂട്ടത്തും 6:42 ചിറയൻകീഴിലും 6:59 വർക്കല ശിവഗിരിയും 7:10 പറവൂരും 7:23 കൊല്ലം ജംഗ്ഷനിലും 7:43 ശാസ്താംകോട്ടയും 7:54 കരുനാഗപ്പള്ളിയും 8:10 കായംകുളം ജംഗ്ഷനിലും 8:21 മാവേലിക്കരയും 8:34 ചെങ്ങന്നൂരും 8:45 തിരുവല്ലയും 8:54 ചങ്ങനാശ്ശേരിയും 9:20 കോട്ടയത്തും 9:34 ഏറ്റുമാനൂരും 9:49 വൈക്കം റോഡും 9:59 പിറവൂർ റോഡ്, തൃപ്പൂണിത്തുറ 10:23, എറണാകുളം ടൗണിൽ 10:50, ആലുവയിൽ 11:20, അങ്കമാലിയിൽ 11:31, ചാലക്കുടിയിൽ 11:47, ഇരിങ്ങാലക്കുടയിൽ 11:56, പുതുക്കാട് 12:50, തൃശ്ശൂർ 12:26, വടക്കാഞ്ചേരി 12:48, ഷൊർണൂർ ജംഗ്ഷനിൽ 2 മണിക്കും, പട്ടാമ്പിയിൽ 2:23, കുറ്റിപ്പുറത്ത് 2:41, തിരൂര് 2:55, താനൂര് 3 മണിക്കും, പരപ്പനങ്ങാടി 3:11, വള്ളിക്കുന്ന് 3:17, ഫറോക്കിൽ 3:31 എത്തിയാൽ കോഴിക്കോടേക്ക് 4:25 എത്തുന്നത്. അത്രയും ഫ്ലാഗ് ടൈം അതിൻ്റെ ഗ്യാപ്പിലുണ്ട്. 5 മണിക്ക് കോഴിക്കോട് പുറപ്പെട്ടാൽ 5:18 കൊയിലാണ്ടിയിലും 5:36 വടകരയും 5:52 മാഹിയും 6:05 തലശ്ശേരിയും 6:28 കണ്ണൂരും 6:41 കണ്ണപുരത്തും 6:50 പഴങ്ങാടിയും 7:03 പയ്യന്നൂരും 7:17 ചെറുവത്തൂരും 7:28 നീലേശ്വരവും 7:37 കാഞ്ഞങ്ങാടും 7:57 കാസർഗോഡും 9:10 മംഗലാപുരത്തും എത്തലോടുകൂടെ ഈ വണ്ടി യാത്ര അവസാനിക്കുകയാണ്. ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് ലേഔട്ട് പറയുകയാണെങ്കിൽ 16 ജനറൽ കോച്ചും 2 ചെയർ കാറും 3 സിറ്റിംഗ് റിസർവേഷൻ അഥവാ റിസർവേഷൻ ചെയർ കാറുമാണ് ഉള്ളത്. അത് non-AC ആണ്. ഇനി ഈ വണ്ടിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അഥവാ നമ്മൾ അഥവാ കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരത്തേക്കാണ് വരുന്നതെങ്കിൽ ഈ വണ്ടിയിൽ പരമാവധി കോഴിക്കോട് വരെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ കോഴിക്കോടെത്തി ഏകദേശം 4 മണിക്ക് കോഴിക്കോട് എത്താറുണ്ട് പൊതുവെ. ഈ വണ്ടി 4 മണിക്ക് എത്തിയാൽ 1 മണിക്കൂർ നമുക്കവിടെ ടൈം വേസ്റ്റ് ആവുകയാണ്. ആ സമയത്ത് നമുക്ക് കണ്ണൂരുള്ളവർക്കോ അല്ലെങ്കിൽ വടകരയുള്ളവർക്കോ ആ സമയത്ത് നമുക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അല്ലാത്തവർക്ക് നല്ലൊരു ബെസ്റ്റ് ട്രെയിനാണ് ഈ വണ്ടി. നമ്മൾ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയിച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോയുമായി വരുന്നതിന് നിങ്ങൾ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.